പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷമാവുകയാണ്. പല വിധത്തിൽ പല ചർച്ചകളൊക്കെ നടന്നു. ആ ചർച്ചകളൊന്നും ഇനിയും ഫലം കണ്ടിട്ടില്ല. ഓരോ ചർച്ചകൾ കഴിയുമ്പോഴും ഈ ലോകം വളരെ പ്രത്യാശയോടുകൂടി ആ സ്ഥലത്തെ നോക്കും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. വീണ്ടും ഈ യുദ്ധം തുടരുക തന്നെയാണ്. പല രാജ്യങ്ങളും യുക്രൈൻ ഇപ്പോഴും ആയുധം കൊടുത്ത് യുക്രൈനെ സഹായിക്കുന്നു. റഷ്യയാണെങ്കിൽ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ റഷ്യ നിൽക്കുന്നു. അങ്ങനെ ആ യുദ്ധം അങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പം ഞാൻ എന്താണ് ഈ യുദ്ധത്തെക്കുറിച്ച് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് യുക്രൈൻ്റെ ആർമി ഓഫ് ഡ്രോൺസ് എന്ന പദ്ധതിയെക്കുറിച്ചാണ്. എന്താണ് ആർമി ഓഫ് ഡ്രോൺസ് എന്നല്ലേ? ഒരു മിസൈൽ ലോഞ്ചർ തകർത്താൽ 50 പോയിന്റ്, മിസൈൽ ടാങ്കർ ആണെങ്കിൽ 40 പോയിന്റ്, ഒരു സൈനികനെ വധിച്ചാലോ 6 പോയിന്റ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു വീഡിയോ ഗെയിമാണെന്ന് തോന്നും. പക്ഷേ വീഡിയോ ഗെയിം അല്ല. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ യുക്രൈൻ്റെ ആർമി ഓഫ് ഡ്രോൺസ് എന്ന യുദ്ധ പദ്ധതി. കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് മനുഷ്യത്വമൊന്നുമില്ലാത്ത പരിപാടിയാണെന്ന് തോന്നാം. അങ്ങനെയല്ല. തങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള റഷ്യക്കെതിരെ 3 വർഷത്തോളം പിടിച്ചു നിന്ന യുക്രൈൻ്റെ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നാണിത്. എന്താണ് സംഭവം എന്ന് വിശദമായി പരിശോധിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള പ്രസിദ്ധമായ വാർ ഗെയിമുകൾക്ക് സമാനമായ കിൽ സ്ട്രീക്ക് സ്റ്റൈൽ, അതാണ് യുക്രൈൻ പരീക്ഷിച്ചത്. കൊല്ലപ്പെടുന്ന ഓരോ റഷ്യൻ സൈനികനും യുദ്ധോപകരണത്തിനും പോയിന്റുകൾ നിശ്ചയിക്കും. യുദ്ധമുഖത്തെ ഓരോ സൈനിക യൂണിറ്റിനും പോയിന്റുകൾ ശേഖരിക്കാം. ബ്രേവ് 1 എന്ന വിദഗ്ധരുടെ ടീം ഡ്രോൺ ആക്രമണ തെളിവുകൾ കൃത്യമായി പരിശോധിച്ച് പോയിന്റ് നൽകും. തകർക്കുന്ന ഓരോ മിസൈൽ ലോഞ്ചറിനും 50 പോയിന്റ്, ടാങ്കറിന് 40, കേടുപാടുകൾ വരുത്തിയാൽ 20 പോയിന്റ്. വിദഗ്ധരുടെ സംഘം രഹസ്യ കേന്ദ്രത്തിലിരുന്ന് ഈ ഡാറ്റ പരിശോധിക്കും. റഷ്യയുമായി താരതമ്യം ചെയ്താൽ പരിമിത സൈനിക വിഭവങ്ങളുള്ള യുക്രൈനത് ഫലപ്രദ നീക്കമായി. 2024 തുടക്കത്തിലാണ് ആർമി ഓഫ് ഡ്രോൺസ് എന്ന യുദ്ധ പദ്ധതിയിലൂടെ യുക്രൈൻ ഈ പോയിന്റ് പരീക്ഷിച്ചു തുടങ്ങിയത്. ആർമി ഓഫ് ഡ്രോൺസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക കാര്യ വകുപ്പ് മന്ത്രി മൈഖൈലോ ഫെഡോറോവ് ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു റഷ്യൻ പട്ടാളക്കാരനെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ ജീവനോടെ പിടികൂടിയാൽ ലഭിക്കും. യുദ്ധ തടവുകാരായ ഇവരെ പിന്നീടുള്ള വിലപേശൽ ചർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്താനാണിത്. റഷ്യൻ യുദ്ധതന്ത്രങ്ങൾ മാറുന്നതിനനുസരിച്ച് യുക്രൈൻ പോയിന്റ് സംവിധാനത്തിലും മാറ്റം വന്നു. വലിയ ടാങ്കറുകൾ ഉപേക്ഷിച്ച് റഷ്യ കാൽനടയായി ആയുധം എത്തിക്കുന്നതിലേക്ക് മാറി. അതോടെ റഷ്യൻ സൈനികർക്ക് നേരത്തെയുള്ള 2 പോയിന്റ് 6 ഒരു റഷ്യൻ സൈനികനേക്കാൾ ഡ്രോണിനേക്കാൾ മൂല്യം ഡ്രോൺ ഓപ്പറേറ്റർക്കുണ്ട്. ഇത്തരം ഈ പോയിന്റുകൾ പണമാക്കി മാറ്റാമായിരുന്നു നേരത്തെ. എന്നാൽ ഇന്നത് ചെലവഴിക്കാൻ ബ്രേവ് 1 മാർക്കറ്റ് എന്ന സംവിധാനമുണ്ട്. ആമസോൺ ഇ കൊമേഴ്സ് രീതി പോലെ. ഇവിടെ ഡ്രോൺ മുതൽ സൈനികരെ ഒഴിപ്പിക്കാൻ കഴിയുന്ന ആളില്ലാ വാഹനം വരെ വാങ്ങാനാകും. നിരാശരും ക്ഷീണിതരുമായ യുക്രൈൻ സൈനികർക്ക് പോരാട്ട വീര്യത്തിനുള്ള പ്രചോദനം, അതാണ് യുക്രൈൻ ഭാഷ്യം. എന്നാൽ സൈനിക യൂണിറ്റുകൾക്കിടയിലെ കിടമത്സരമായി ഇത് മാറുന്നുവെന്ന വാദക്കാരും സൈന്യത്തിനകത്തുണ്ട്. ഒരിക്കൽ പ്രവർത്തനരഹിതമാക്കിയ ആയുധങ്ങൾ പോയിന്റ് നേടാനായി വീണ്ടും ആക്രമിക്കുന്നതടക്കം സംഭവിക്കുന്നുവെന്നും വിമർശനമുണ്ട്. പക്ഷേ ഈ വാർ സ്കില്ല് ശക്തരായ റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ യുക്രൈനെ സഹായിച്ചുവെന്നതിൽ സൈനികർക്ക് തർക്കമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.